ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജിയേട്ടാ. അപ്പൊ ഞാൻ കുറച്ച് കൂപ്പറും കേട്ടായിരുന്നു. ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് അതൊക്കെ ഒരു തമാശയാണ്. അവള് ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്ന് ശരിയാണ്. ആ സമയത്ത് നീ ഫ്ലാറ്റിലുണ്ട്, ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നീ ഫ്ലാറ്റിലുണ്ട്. ഇന്ന് ഞാൻ അവളെ വെറുതെ ഇവിടുന്ന് പ്രശ്നം വധിക്കുന്നില്ല. അതിന് മുന്നേ നീ എവിടെയായിരുന്നു? കേട്ടില്ല, എനിക്ക് കേൾക്കാൻ ഈ സമയമുണ്ട്. പയ്യെ പറഞ്ഞാൽ മതി. എന്റെ അടുത്ത ഒരാൾ വിളിച്ചോട്ട് വന്ന് ആരെന്ന് പറ. നീ സ്വന്തം ഭർത്താവിനോട് അനുവാദം ചോദിക്കാതെ നീ കണ്ടെങ്ങനെ അഴിഞ്ഞാടാൻ ഇറങ്ങി വിടുമെന്നും ഞാൻ ചെയ്യില്ല. പല്ലടിച്ച് നിർത്തിക്കും ഞാൻ. ചിരിക്കുമ്പോ പല്ല് 32 കാണുന്നുണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ചീത്തപ്പുര കേപ്പിച്ച പുഴുങ്ങി ഞാൻ. പക്ഷെ നീ എന്നോട് മനഃപൂർവ്വം തല്ലുണ്ടാക്കി. നീ എവിടെയാണ് പോയത്? ഷൂട്ടിനാണെന്നുള്ള കള്ളം പറയുന്നത് എന്തിനാണ്? എനിക്കെന്ത് വഴക്ക്? ഇവളുമായിട്ട് എനിക്ക് ഒരു വഴക്കുമില്ല. ഇവളല്ല എന്നോട് വഴക്കിട്ട് വീട്ടിൽ ഇറങ്ങി പോയത്. പിന്നെ എന്റെ നിറക്കി വിട്ടാ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? ഇങ്ങനെ താമസിക്കണോ? അതിനുള്ളൊരു ആൻസർ പക്ക. നീ അവന്റെ കൂടെ എന്തിനു പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. സത്യമാണെന്ന് എന്നെ സംശയിക്കരുത്. എന്താണ് നിന്റെ ഉദ്ദേശം? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. മനസ്സിലായി? ആ കുട്ടീനെ ബലിയാടാൻ വെക്കരുത്. നിനക്ക് എന്ത് പറ്റി മോളെ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാമ. മിണ്ടി പോരുത്. നീ അവിടെ അഴിഞ്ഞാടിയതൊക്കെ ഞങ്ങൾ ഈ സ്റ്റോറി ഇട്ടിട്ടും അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ഇട്ടിട്ട് കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് നിനക്ക് വലുത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് മാത്രം. പക്ഷെ നീ അഴിഞ്ഞാടിയിട്ടില്ല എന്ന് നീ കള്ളം പറയാൻ നിൽക്കണ്ട. ഞാൻ അനുഭവിച്ചോളാടി. എന്നാലും നിന്റെ വീട്ടിൽ ഓട്ടോ കഞ്ഞിനൊക്കെ എന്നെ കിട്ടില്ല.